സംഗമം എന്ന പാട്ടും ദേവരാം മാഷയുടെ അതും ഒരു രാഗത്തിനെ ബേസ് ചെയ്താണെങ്കിൽ പോലും ശുദ്ധസന്യാസി എന്ന് പറയുന്ന രാഗം അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ചെറിയ പോർഷനിൽ ആ രാഗത്തിൽ നിന്ന് മാറിയിട്ട് മദാലസയാമം അതിൻ്റെ ആ ഒരു വാക്കിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടി രാഗത്തിൽ നിന്ന് ലേശം ഒന്ന് മാറി അങ്ങനെ ഒരു സംഭവം നമ്മൾ ലളിതഗാനത്തിൽ സിനിമാ ശാഖയിൽ രാഗമല്ല പ്രധാനം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ആ ഒരു ഭാവമാണ് പ്രധാനം. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. സംഗമം സംഗമം ത്രിവേണി സംഗമം ശൃംഗാരപദമാടും യാമം മദാലസയാമം. അതുപോലെ വിൻസെൻ്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത നിഴലാട്ടം എന്ന സിനിമയിലെ സ്വർഗപുത്രി നവരാത്രി എന്ന ഗാനം. അപ്പോൾ സിനിമയിൽ നിന്നത് മാറി നിന്നാലും സിനിമയോട് ചേർന്ന് നിന്നാലും അതിഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണത്. കാര്യം രചന കൊണ്ടും സംഗീതം കൊണ്ടും ആലാപനം കൊണ്ടും ചിത്രീകരണം കൊണ്ടും അത് നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ ഒരു മുദ്രകൾ പതിപ്പിച്ച് നിൽക്കുന്ന പാട്ടാണ്. അതിൻ്റെ ആ പാട്ടിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീയോടുള്ള പ്രണയം നമുക്ക് കൂടുമ്പോഴത്തേക്കും അതൊരു ദേവീ സങ്കല്പമായി മാറുന്നു എന്നുള്ള ഇന്ത്യൻ ഫിലോസഫിയിലൊക്കെ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവീ സങ്കല്പമായി മാറുമ്പോഴത്തേക്കും ഈ സ്വർഗപുത്രി നവരാത്രിയുടെ രംഗം സജ്ജീകരിച്ചിരിക്കുന്നുണ്ടല്ലേ, ഈ ഭിത്തിയിലെല്ലാം ഈ സ്ത്രീ രൂപങ്ങൾ വെച്ചിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഈ ഗായകൻ പാടുന്നതായിട്ടാണ്. ഗായകനായിട്ട് അവതരിപ്പിക്കുന്ന പ്രേംനസീർ നായകനാണെങ്കിലും അന്ന് ജോസ് പ്രകാശാണ് ആ രംഗം പാടി അഭിനയിക്കുന്നത്. എന്നു വെച്ചാൽ ഇവർ മദ്യപിച്ച് അങ്ങനെ ഒരു ലഹരിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടാകുന്ന മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു കാമം അത് ഈ പാട്ടിലൂടെ ഈ പ്രതിമകളിലൂടെ പ്രതിഫലിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന നവവധു ഉള്ളിൽ നിന്ന് വീർപ്പുമുട്ടുകയാണ്. ഇതാണോ എൻ്റെ ഈ വീട്ടിലെ ഒരു അന്തരീക്ഷം? അതിൻ്റെ കോൺട്രാസ്റ്റും കൂടെ അതിനകത്തുണ്ട്. അപ്പോൾ ഇവർ ലഹരിയൊക്കെ നുകർന്ന് സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്നു, അവിടെ ഒരു സ്ത്രീ വീർപ്പുമുട്ടുകയാണ്. അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് ആ പാട്ട് വികസിക്കുന്നത്. വയലാറിൻ്റെ കുറച്ച് കടുപ്പമേറിയിട്ടുള്ള വരികളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് ഇത്രയും ലളിതമായിട്ട് സംഗീതം ചെയ്തത് മോഹനരാഗത്തിൽ. കാര്യം കട്ടിയുള്ള വരികൾക്ക് മോഹനരാഗമാണ് നല്ലതെന്ന് ദേവരായ മാഷ് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പാട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രി നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാനഗായകനാക്കൂ എന്നെ നീ. സ്വർഗപുത്രി നവരാത്രി.